അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചരിത്രപ്രസിദ്ധമായ കൊയിലാണ്ടിക്കടുത്തുള്ള പാറപ്പള്ളി. ഒരുപാട് അത്ഭുതങ്ങൾ നിറഞ്ഞ പരിശുദ്ധമാക്കപ്പെട്ട മക്ബറകളുള്ള ഈ പാറപ്പള്ളി കാണാൻ ഞങ്ങളും പോയിരുന്നു. പള്ളിയിലേക്ക് കയറുമ്പോഴുള്ള മനോഹരമായ വ്യൂ ആണിത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട മക്കാം ബദ്റിൽ പങ്കെടുത്ത തമീമുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റേതാണ്. അബ്ദുല്ലാഹിബിന് ദിനാർ റളിയല്ലാഹു അൻഹു, ഹസനുബിന് അഹ്മദ് റളിയല്ലാഹു അൻഹു, ഹുസൈൻ അൽ ഫാത്തിമ റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാനുൽ അൻസാരി റളിയല്ലാഹു അൻഹു എന്നിവർ ഉൾപ്പെടുന്ന 11 സ്വഹാബികളുടെയും താബിഉകളുടെയും മക്ബറകൾ. ടോട്ടൽ 17 ആളുകളുടെ മക്ബറകളാണ് ഇവിടെ കെട്ടിപ്പൊക്കി വെച്ചിട്ടുള്ളത്. മഹാനായ ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ കാൽപാദമാണ് പള്ളിക്ക് മുൻവശത്ത് ചില്ലുകൂട്ടിലായി നാം കാണുന്നത്. പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ സ്ഥലമായതുകൊണ്ട് തന്നെയാണ് പാറപ്പള്ളി എന്ന പേര് വന്നത്. വലിയൊരു പാറക്ക് പുറത്താണ് പള്ളികൾ നിർമ്മിച്ചിട്ടുള്ളത്. സ്ത്രീകൾക്ക് നിസ്കരിക്കാനായി പ്രത്യേകം ഉണ്ടാക്കിയ കെട്ടിടമാണിത്. തമീമുൽ അൻസാരിയുടെ മഖബറ സ്ഥിതി ചെയ്യുന്ന മക്കാമാണിത്. അതിന് പുറത്തായി സ്വഹാബാക്കളുടെയും താബിഉകളുടെയും 17 മക്ബറകൾ കെട്ടിപ്പൊക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് ഹിളർ പള്ളി. ഹിളർ നബി അലൈഹി സ്വലാത്തു വസ്സലാം വിശ്രമിച്ചിരുന്ന പള്ളിയാണിത്. ഇനി കാണാനുള്ളത് ഔലിയ പള്ളിയും ഔലിയ വെള്ളവുമാണ്. ഹിളർ പള്ളിക്ക് മുമ്പിലൂടെ ഔലിയ പള്ളിയിലേക്ക് പോകുമ്പോൾ നമുക്ക് കടൽ പ്രദേശമാണ്. വിശാലമായ അതിമനോഹരമായ പാറകളും അലയടിച്ചു കൊണ്ടിരിക്കുന്ന കടലും കാണാം. കടൽ വക്കത്തുള്ള ചരിത്ര പ്രസിദ്ധമായ മക്ബറകൾ സിയാറത്ത് ചെയ്യുന്നതിനും കടപ്പുറത്തിരുന്ന് ആസ്വദിക്കാനും ഒരുപാട് ആളുകളാണ് ഇവിടെ എത്തുന്നത്. ഇതാണ് ഔലിയ പള്ളി. ഇതിന് തൊട്ടടുത്തായി ഒരു കിണറുണ്ട്. ഔലിയ വെള്ളമെന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഈ വെള്ളത്തിൻ്റെ പ്രത്യേകത തൊട്ടടുത്ത് തന്നെ കടലുണ്ടായിട്ടും ഇതിൻ്റെ വെള്ളത്തിന് ഉപ്പുരസം ഇല്ല എന്നതാണ്. ഇവിടെ വരുന്നവരെല്ലാം ക്യാനിലും കുപ്പികളിലുമായി ഈ വെള്ളം കൊണ്ടുപോകുന്നു, ഔഷധമായി ഉപയോഗിക്കുന്നു. ഇവിടെ കടലിന് തൊട്ടടുത്തായി ഒരു ഖബറ് കാണാം. ഇത് ജിന്നുകൾ കുഴിച്ച ഖബറാണെന്നാണ് ചരിത്രം പറയപ്പെടുന്നത്. 2 വലിയ പാറകൾക്കടിയിലായതുകൊണ്ട് തന്നെ ഇത് മനുഷ്യരെ കൊണ്ട് സാധിക്കുന്നതല്ല. ഈ കടലിന് ഒരുപാട് മഹാന്മാരുടെ ചരിത്രം പറയാനുണ്ട്. മാലിക് ദീനാറും സംഘവും കേരളത്തിൽ ഈ കടപ്പുറത്താണ് വന്നിറങ്ങിയത്. അപ്പു എന്ന ഹൈന്ദവ വിശ്വാസി ഇളനീർ വെള്ളം കൊടുത്ത് സ്വീകരിച്ചതും നമുക്ക് അറിയാവുന്ന ചരിത്രമാണ്. അവരുടെ നേതൃത്വത്തിലാണ് ഈ പ്രദേശത്ത് ഇസ്ലാം പ്രചരിച്ചത്. മാലിക് ദീനാറും സംഘവും വിശ്രമിച്ച സ്ഥലം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മദീനയിൽ നിന്ന് ശത്രുക്കൾ ചന്ദ്രനെ പിളർത്തി കാണിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചന്ദ്രനെ 2 പിളർപ്പായി കാണിച്ചു കൊടുത്തു. അത് കേരളത്തിൽ നിന്ന് നേരിട്ട് കണ്ട ചേരമാൻ പെരുമാൾ. ഇവിടെ നിന്നാണ് നബിയെ കാണാൻ വേണ്ടി അറേബ്യയിലേക്ക് യാത്ര പുറപ്പെട്ടത്. പഴയ കാലങ്ങളിൽ ഹജ്ജിന് കപ്പൽ മുഖേനയും ചങ്ങാടങ്ങളിലുമായി യാത്ര പുറപ്പെട്ടിരുന്നതും ഈ കടപ്പുറത്ത് നിന്നാണ്. ലോകസഞ്ചാരി ഇബ്നു ബത്തൂത്ത ഈ പാറപ്പള്ളിയിൽ വരികയും 40 ദിവസങ്ങളോളം ഇവിടെ താമസിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് ചരിത്രം പറയുന്നു. അറേബ്യയിൽ നിന്നും കേരളത്തിലേക്ക് കച്ചവടാവശ്യാർത്ഥം വരുന്ന കപ്പലുകൾ ഇവിടെ നങ്കൂരമിട്ടിരുന്നു. അറേബ്യയിൽ നിന്നും ഇസ്ലാമിക പ്രചാരണത്തിന് ഇവിടെ വന്ന സ്വഹാബികളും കൂടെ താബിഈങ്ങളും മറപ്പെട്ട് കിടക്കുന്നതും ഇവിടെയാണ്. ഇങ്ങനെയുള്ള ഒരുപാട് ചരിത്രങ്ങൾ ഈ കടപ്പുറത്തിന് പറയാനുണ്ട്. അല്ലാഹുവേ, ഈ മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിന് സമാധാനവും സന്തോഷവും നൽകണേ അല്ലാ. നല്ലത് കാണാനും കേൾക്കാനുമുള്ള തൗഫീക്ക് നൽകണേ അല്ലാ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.
ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.